കുടുംബ സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് ഇ യാസിറാണ്. അദ്ദേഹം ഒമാൻ ഇപ്ര കോളേജ് ഓഫ് ടെക്നോളജിയിലെ ട്രെയിനിങ് വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ VK ഹംസ അബ്ബാസ്, ശ്രീമാൻ ബാബു ഭരദ്വാജ്, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പ്രവാസികളുടെ സാമൂഹിക കുടുംബ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെയാണ് എനിക്കിവിടെ കൈകാര്യം ചെയ്യുവാനുള്ളത്. പ്രകർഷേണവാസി അഥവാ സന്തോഷപൂർവ്വം ജീവിക്കുന്നവൻ എന്നാണ് പ്രവാസത്തിൻ്റെ നിർവചനം എന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സംസ്ഥാനത്ത് സന്തോഷപൂർവമായ ഒരു ജീവിതം സാധ്യമല്ലാത്ത വന്ന ഒരു സന്ദർഭത്തിൽ ഒരു പുതിയ മാർഗം അന്വേഷിച്ച് കൊണ്ടുപോയി ഉണ്ടായ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രവാസം എന്ന് വിളിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ നമ്മളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുടെ ഉപോൽപ്പന്നമായിട്ടാണ് പ്രവാസം എന്ന പ്രതിഭാസം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ദാരിദ്ര്യം ആരംഭിച്ചെടുത്തുനിന്നാണല്ലോ പ്രവാസം ഉണ്ടാവുക എന്ന് പറഞ്ഞതും നേരത്തെ ഭരദ്വാജ് സാർ പറഞ്ഞതും കൂടി ഒന്നിച്ചു വായിച്ചാൽ ഇപ്പോൾ പ്രവാസം തിരിച്ച് ദാരിദ്ര്യമുള്ളയിടത്ത് നിന്ന് കൂടുതൽ സൗകര്യങ്ങളുള്ള മാതൃരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ട ഒരു വിപ്രവാസ സമയത്ത്, അതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. പ്രവാസത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത്. വളരെ കറക്റ്റാണ് പറഞ്ഞത്. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ഒരു അക്കാദമിക് അപ്രോച്ചിലാണ് ശരിക്കും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. പ്രവാസികളുടെ കുടുംബ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും യഥാർത്ഥത്തിൽ 19 വർഷം ആയിട്ട് പോലും ഒരു അക്കാദമിക ലെവലിൽ നിന്നുകൊണ്ട് അതിനെ സമീപിക്കുവാനും പഠിക്കുവാനും കേരളത്തിൽ പ്രത്യേകിച്ച് ആർക്കും സാധിച്ചിട്ടില്ല എന്നത് നമ്മുടെ ദുരന്തം തന്നെയാണ്. CDS തിരുവനന്തപുരമാണ് ആർത്തിലുള്ള 1-2 പഠനങ്ങൾ ചെറുതാണെങ്കിൽ നടത്തിയിരിക്കുന്നത്. അവർ പോലും പ്രവാസികളുടെ പ്രശ്നങ്ങളെയല്ല, പ്രവാസം കൊണ്ട് കേരളത്തിലുണ്ടായ പ്രശ്നങ്ങളെയാണ് അവർ അപഗ്രഥിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഒരുപാട് ഇനിയും പഠന സാധ്യതകളുള്ള വിഷയമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പക്ഷേ എഴുതിയത് നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന ഭരത് സാറായിരിക്കും. അതുപോലെ മുകുന്ദൻ്റെയും മറ്റ് മുസാഫിർ അഹമ്മദ്, ഇപ്പോൾ അദ്ദേഹം പ്രവാസി തന്നെ തുടരുന്ന മുസാഫിർ അഹമ്മദിൻ്റെ രചനകൾ താരതമ്യേന നല്ല രചനകളാണ്. മുകുന്ദൻ്റെ നോവൽ പ്രവാസം എന്ന നോവല്, അതുപോലെ തന്നെ സിനിമകളിൽ ഗർഷോം, ഇപ്പോൾ അവസാനമായി ഗദ്ദാമ അല്ലേ, അതിൻ്റെ ഒരു ചർച്ച വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ കമൽ ഒരു 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 വ്യത്യസ്ത ഒരു പ്രത്യേകമായ ആംഗിളിൽ നോക്കുമ്പോൾ ഒരു പരാജയമാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു അനാവശ്യമായ ഒരു അറ്റംപ്റ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട സന്ദർഭമല്ല. ഇങ്ങോട്ട് കിട്ടുമല്ലോ, ഇങ്ങോട്ട് വെച്ചോ. നമ്മൾ പ്രവാസികളെ വർഗീകരിക്കുമ്പോൾ പ്രധാനമായും 2 വിഭാഗങ്ങളായിട്ട് അവിടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ബാച്ചിലേഴ്സ്. ബാച്ചിലേഴ്സ് എന്നുള്ളതിന് ഗൾഫിലൊരു ഡെഫിനിഷൻ, നമ്മുടെ നാട്ടിലെ ഡെഫിനിഷനാണ്. ബാച്ചിലേഴ്സ് എന്ന് പറയാൻ അൺമാരീഡ് ഉള്ള ആളുകൾക്ക് നമ്മൾ പറയാം സാധാരണ. അവിടെ അങ്ങനെയല്ല, കുടുംബത്തോടു കൂടി അല്ലാതെ ജീവിക്കുന്ന ആളുകൾക്കാണ് ബാച്ചിലേഴ്സ് എന്ന് പറയാം. മറ്റൊന്ന് കുടുംബത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കും. ഈ 2 വിഭാഗം ആളുകളും അനുഭവിക്കുന്ന കോമൺ ആയതും ഡിഫറൻ്റ് ആയതുമായ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് കടക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയം അതിൻ്റെ ഒരു എസ്സേ രൂപത്തിൽ തയ്യാറാക്കിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ സദസ്സിന് ലഭ്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അത് നമ്മൾ ഇവരുടെ ഫാമിലി വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ ഏറ്റവും കോൺസ്പിക്കസ് ആയി നമുക്ക് വരാൻ പറ്റുന്ന ഒരു വിഷയം, CDS പഠിച്ച ഒരു ഭാഗം അവർ പഠിച്ചതാണ്. അതായത് ഗൾഫ് ഭാര്യമാർ എന്നാണ് CDS ആ വിഷയത്തെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഗൾഫ് ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഗൾഫ് കാരണം സെപ്പറേറ്റായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, തനിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. ഇതിൽ ഒരുപാട് യഥാർത്ഥ വിഷയങ്ങളുണ്ട്. അതിൽ അവരുടെ പ്രശ്നങ്ങളെ പാട്ടിലൂടെ S.A. ജമീലിന്റെ പാട്ടിൽ നമുക്കറിയാം. പിന്നെ ഒരുപാട് നല്ല രസകരമായ രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാസം യഥാർത്ഥത്തിൽ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബം എന്ന സംവിധാനത്തിന്റെ അർത്ഥത്തെയും അതിന്റെ വിശാലതയും എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു പ്രവാസം എന്ന് പറയാതെ വയ്യ. ഗൾഫിലുള്ള കുടുംബത്തോടു കൂടി അല്ലാതെ ജീവിക്കുന്നവരും കുടുംബത്തോടു കൂടി ജീവിക്കുന്നവരുമായ ആളുകളോട് കുടുംബം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നൽകുന്ന ഉത്തരത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്കത് കാണാൻ സാധിക്കും. ഭാര്യയെ മാത്രം ഒന്നിച്ച് ജീവിക്കുന്ന, കുട്ടികളെ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ മറ്റേതോ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരാളോട് നിങ്ങൾ കുടുംബം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? ഉണ്ട് എന്നാണ് പറയാ. എന്നുവെച്ചാൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അണുകുടുംബത്തെക്കാൾ ചെറിയ ഒരു ഭാര്യയും ഒരു ഭർത്താവും മാത്രമായി ഒരു ഏകത്തെ നമ്മൾ കുടുംബം എന്ന് പറഞ്ഞ് പരിശീലിക്കുന്ന ഒരവസ്ഥയിലാണ് ഗൾഫ് പ്രവാസി കുടുംബങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ നിഘണ്ടുവിൽ തന്നെ ഈ കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ വരാൻ പോകുന്ന തലമുറയിൽ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വീക്ഷയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷാ പ്രതിസന്ധി കൂടി അവർ ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ട്. ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാനതിനെ ദാമ്പത്യ ദാരിദ്ര്യം എന്നാണ് എഴുതിയത്. അതിന് എഡിറ്റ് ചെയ്ത ആളുകൾ അതിന് ലൈംഗിക ദാരിദ്ര്യം എന്ന് തിരുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളത് ഈ യഥാർത്ഥത്തിൽ ദാമ്പത്യ ദാരിദ്ര്യം എന്ന് പറയുന്നതിന്റെ ഒരു വശം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ശാരീരിക ദാരിദ്ര്യം മാത്രമല്ല അവരനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദമ്പതികളാവുന്നതോടുകൂടിയും കുടുംബജീവിതത്തോടു കൂടിയും നമ്മൾ അനുഭവിക്കുന്നതും ഒരു ശാരീരിക സൗകര്യങ്ങൾ മാത്രമല്ലല്ലോ, അതിനേക്കാൾ അപ്പുറമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവർ ദാരിദ്ര്യമായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സെപ്പറേറ്റഡ് വൈഫ്സിന്റെയും സെപ്പറേറ്റഡ് ഹസ്ബൻഡ്സിന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തിന് ഒരുപാട് സാമൂഹിക കുടുംബപരമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഈ സന്ദർഭങ്ങളിൽ ഓടിച്ചു പോവുക നിങ്ങൾ തന്നെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധ്യമാകൂ. ഇതിൽ രണ്ട് തരം ആളുകളുണ്ട്. ഈ ദാമ്പത്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, താരതമ്യേന നല്ല സാമ്പത്തിക സൗകര്യങ്ങളുള്ളവരുടെ എന്നാൽ മറ്റു കാരണങ്ങളാൽ കൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ സാധിക്കാത്ത ഭാര്യമാര്. അതേപോലെ ആ ഭർത്താക്കന്മാർ കയറിപ്പോയി അവരെ ജീവിക്കാൻ ആരംഭിച്ചു, എന്നാൽ മാന്യമായ ഒരു ജോലിയോ സൗകര്യങ്ങളോ ലഭിക്കാതെ വന്ന ഭർത്താക്കന്മാരുടെ പത്നിമാർ. ഇവർ രണ്ട് ഇരട്ട ദാരിദ്ര്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റവർ വെറും ഒരു ദാമ്പത്യ ദാരിദ്ര്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്തരം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ദാരിദ്ര്യങ്ങളാണ്. സാർ, അവർക്ക് ചെലവഴിക്കാനുള്ള പൈസ, സമ്പത്ത് അവർക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാൽ അവരാവട്ടെ ഈ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വരാൻ അവർ സന്നദ്ധരുമല്ല. എൻ്റെ കോളേജിൽ തന്നെ ഈ അവിടുത്തെ ക്യാൻറ്റീൻ ജോലി ചെയ്യുന്ന തലശ്ശേരിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര ശമ്പളം കിട്ടുന്നത്? 60 റിയാലാണ് അവർ ശമ്പളം കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു 7000 ഉറുപ്പിക കിട്ടുന്ന അവരോട് ശ്രീജിത്തിനോട് ഞാൻ ചോദിച്ചു, ശ്രീജിത്തെ എന്തിനാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? നാട്ടിൽ പോകാനുള്ള പ്ലാനുണ്ടോ? എത്ര കാലമായി വന്നിട്ടെന്ന് ചോദിച്ചു. ശ്രീജിത്ത് പറഞ്ഞത് നാട്ടില് ഇതിനേക്കാൾ ഞാൻ ഡ്രൈവറായിരുന്നു നാട്ടില്, എനിക്കിതിനേക്കാൾ കൂടുതൽ താരതമ്യേന കറൻസിയുടെ അക്കൗണ്ടാണെങ്കിൽ എനിക്കതിനേക്കാൾ കൂടുതൽ ക്യാഷ് നാട്ടിൽ കിട്ടും. പക്ഷേ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ബാധ്യതകളാണ്. ഒരാഴ്ചയിൽ എന്താണെങ്കിലും ഒരു സൽക്കാരം, ഒരു കല്യാണം, ഒരു ബാധ്യത ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ഒരാഴ്ചയും കടന്നു പോകുന്നില്ല. ഇതിന് രണ്ട് പ്രശ്നങ്ങൾ. ഒന്നും നമ്മുടെ ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം, അന്ന് ജോലിയില്ല. മറ്റൊന്ന് ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് തന്നെ, ഈ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് തന്നെ ഇതൊക്കെ മീറ്റ് ചെയ്യുമാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇവിടെ തൽക്കാലം ജീവിക്കണം. ഒന്നുകിൽ ഒന്നും ചെലവഴിക്കേണ്ട, വകയിലൊന്നും ചെലവഴിക്കേണ്ട ഒന്ന്. രണ്ടാമത്തതൊന്ന് അത്തരം ബാധ്യത നമുക്ക് വരുന്നും ഇല്ല എന്നുള്ള ആശ്വാസത്തിന് പോലും വേണ്ടി
അകാരണമായി ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം മക്കളോടൊത്ത് ജീവിക്കുന്ന ഭാര്യമാർ യഥാർത്ഥത്തിൽ അവരെ കുറിച്ച് കെട്ടിടങ്ങളിലല്ല കെട്ട ഇടങ്ങളിൽ താമസിക്കുന്നവർ എന്ന് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകാന്തവാസം അനുഭവിക്കുന്നവർ, അവരെ കുറിച്ച് ജമീൽ പറഞ്ഞത് കാഴ്ചപ്പണ്ടം പോലെയായ സ്ത്രീകൾ എന്നാണ്. ഏതുകല്ലാതെ വേറൊരു വഴിയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എന്തുണ്ട് ഫലം? 8-10 നാളുകൾ വീട്ടിൽ നിങ്ങൾ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് വയസ്സിന് 3. അവനെന്നും ചോദിക്കും ബാപ്പ എവിടെന്ന്, അവൻ ബാപ്പാനെ മാടി വിളിക്കും എന്നും. അതുപോലെ തന്നെ അവസാനം നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നൂടെ, എന്തിനാണ് ഇനിയും ഇത്രയൊക്കെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നത് എന്നതിന് അദ്ദേഹം പറയുന്നത്, ഒന്നുമില്ലെങ്കിലും ഒരു പാത്രത്തിൽ നിന്നുണ്ണാമല്ലോ, ഒരു പായയിൽ ഒന്നിച്ചുറങ്ങാമല്ലോ എന്ന് അവരെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ഭാര്യമാരെ സംഭാവന ചെയ്തു എന്നതാണ് പ്രവാസത്തിന്റെ ഏറ്റവും വലിയൊരു സാമൂഹികമായ ഒരു പ്രശ്നം. ഇതിന് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളോട് അവരുടെ മക്കളോടും നമ്മുടെ സമൂഹം ഒരുപാട് വലിയ അനീതിയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാല് ആ കുട്ടികള് നമ്മുടെ കേരളീയ സമൂഹത്തിൽ നേരത്തെ എൻ്റെ ബന്ധുക്കളെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എൻ്റെ അയൽവാസികൾ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റു ആളുകളും എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ സോഷ്യൽ ഫാബ്രിക് നമുക്ക് നിലനിൽക്കുന്നില്ലല്ലോ. നമ്മൾ അതൊക്കെ നശിപ്പിച്ചത് കൊണ്ട് നമ്മളുടെ മക്കളെ നോക്കാൻ നമ്മളുടെ ഭാര്യ മാത്രമുള്ള ഒരവസ്ഥയിൽ അവൾക്ക് തന്നെ നോക്കാൻ കഴിയാത്ത വിധം ലോകം അവരുടെ മുമ്പിൽ വളർന്നു വലുതായ സന്ദർഭത്തിൽ നമ്മൾ വലിയ പ്രതിസന്ധി അനുഭവിച്ചു. ഈ ഗൾഫ് ഭാര്യമാരിൽ രണ്ടാമത്തെ വിഭാഗമാണ് അവിടെ താമസിക്കുന്ന ആളുകൾ. എന്നുവെച്ചാൽ ഭർത്താക്കന്മാരുടെ കൂടെ താമസിക്കുന്ന ഭാര്യമാർ. അതിൽ തന്നെ 2 വിഭാഗം ആളുകളുടെ. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ വെറും ഭാര്യമാരായി താമസിക്കുന്ന, മക്കളെ പഠിക്കാനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലോ മറ്റൊരു പറഞ്ഞയച്ചവര്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളടക്കം ചിത്രത്തിൽ കാണിച്ച പോലെ ഇങ്ങനെ ടിവിന്റെ മുമ്പിൽ കാണുന്ന ഗെയിംസ്, കമ്പ്യൂട്ടർ ഗെയിംസ് ചെയ്ത് ജീവിക്കുന്ന 4 ചുമരുകൾക്കുള്ളിൽ പുറത്തൊരു ജീവിതമില്ലാത്ത ഈ കുട്ടികളോട് യഥാർത്ഥ വലിയ അനീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ജനാധിപത്യ സംസ്കാരമോ രാഷ്ട്രീയ അവബോധമോ ഒന്നും ഇല്ലാത്ത. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, പത്രം വരുന്നൊരു വീട്ടില്, മാധ്യമപത്രം വരുന്നൊരു വീട്ടില് ഞാനിങ്ങനെ സുഹൃത്തിന് വീട്ടിലിരിക്കുമ്പോൾ ആ പത്രത്തില് ഒരു ആക്സിഡന്റ്, 2 മരണം എന്നുള്ള തലക്കെട്ട് ഞാൻ കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചോട്ട് ചോദിച്ചു, മോളെ ഇതിലുള്ള ഈ 2 ഒന്ന് കാണിച്ചു തന്നെന്ന് പറഞ്ഞു. കാണിച്ചിട്ട് അവൾക്ക് മലയാളം ഇങ്ങനെ കഷ്ടിച്ച് വായിക്കാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ഇവളിങ്ങനെ തലകുത്തനെ പത്രം പിടിച്ചിരിക്കുന്നത്, തലകുത്തിന് ഇങ്ങനെ പിടിച്ച് കുറെ സമയം നോക്കിയിട്ട്, അങ്കിളെ ഒരു ക്ലൂ തരുമോന്ന് ചോദിച്ചു. സത്യം പറയാം, ഇതുണ്ടായത് അങ്കിൾ ഒരു ക്ലൂ തരുമെന്ന് ചോദിച്ചു. അപ്പോ എന്നുവെച്ചാല് ഈ 2 എന്നുള്ളത് ഒരു ക്ലൂ തന്നിട്ട് പറയേണ്ട, ക്ലൂ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കുട്ടികളെ, ഒരു തലമുറയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി. ഇത് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ മുമ്പ് പി ജെ ജോസഫാണ് തോന്നുന്നത് വിദ്യാഭ്യാസ സമയത്ത് പറഞ്ഞിരുന്നു, കോക്കനട്ട് ട്രീയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് എസ്തകൾ ചെയ്തൊരു കുട്ടി നാട്ടിൽ വന്നിട്ട് തേങ്ങ കണ്ടപ്പോ ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ഇതാണ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ, ഇതാണോ കോക്കനട്ട് എന്ന് ആ കുട്ടി വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചത് ഒരിക്കൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള്, അതിന്റെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഫോഴ്സ്ഡ് ഓർഫൻഹുഡ്. നമ്മുടെ നാട്ടില് ഭാര്യ കുട്ടികളുള്ള രക്ഷിതാക്കൾ അവിടെയുള്ള അവർ രക്ഷിതാക്കളുണ്ട്, പക്ഷെ അവർ അനാഥരാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവിന്റെ ഒരു ഡെഫിനിഷൻ ഇപ്പോഴത്തെ ആ തലമുറ ക്ലൂ തരുമെന്ന് ചോദിച്ച കുട്ടിയോട്, ഒരു പക്ഷേ നാട്ടിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പിതാവ് ആൻഡ് എൻ ATM മെഷീൻ ചോദിച്ചാൽ, അതിന് പ്രത്യേകിച്ച് ATM മെഷീന്റെയും ഒരു പിതാവിന്റെയും ഇടയിൽ ഒരു പ്രത്യേകിച്ച് ഡിഫറൻസ് പറയാൻ സാധിക്കാത്ത വിധം അവൻ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഓരോ പ്രതിസന്ധിയിലേക്ക് അവർ തള്ളിവിടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് ഒക്കെ വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രവാസം ഉണ്ടാക്കിയ ഈ റിമോട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് വോയിസ് എന്നുള്ള ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സ്ത്രീകളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ച, എല്ലാം തികഞ്ഞ പെണ്ണുങ്ങളായി എന്ന് നമുക്ക് അവരെ കുറിച്ച് പറയാം. ഇതൊരു വലിയ ഗുണമാണ്. ആ ഗുണത്തിന്റെ തന്നെ മറ്റൊരു നെഗറ്റീവ് ആസ്പെക്ട് എന്ന് വെച്ചാൽ,
10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പുരുഷൻ തിരിച്ചു വരുമ്പോൾ ഇയാളുടെ ഡ്യൂട്ടി എന്താണെന്നും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് അവൾക്കും അറിയാത്ത വിധം രണ്ടുപേരും പ്രതിസന്ധിയിലാകപ്പെടുന്ന, ഇനി പതിച്ച് നൽകിയാൽ തന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയാത്ത വിധം ഇയാൾ ഷണ്ടനായി മാറുന്ന ഇതൊക്കെ ഒരു സാമൂഹിക പ്രതിസന്ധികളാണ്. ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ സാമൂഹിക സംഘടനകളും സാമൂഹിക സംഘങ്ങളും എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്നുള്ളതിൽ മാത്രമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഗൾഫിൽ വളർന്ന കുട്ടികളുടെ പ്രശ്നം അവരുടെ കാക്കയും പൂച്ചയും അവരുടെ അച്ഛനും അമ്മയും കൂട്ടുകാരനും കളിപ്പാവും എല്ലാം ആരാണ്? അതാണ് അമ്മയും അച്ഛനുമാണ്. വേറെ ആരുമില്ല. അതൊന്ന് കളിക്കണമെങ്കിൽ ആരോട് കൂടെ കളിക്കണം? അച്ഛനോട് കൂടെ കളിക്കണം. അവനെ ഒരു കോണിയും പാമ്പ് കളിക്കണമെങ്കിൽ കോണി, ഒരു കള്ളനും പോലീസും കളിക്കണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ പോലീസാവണം അല്ലെങ്കിൽ കള്ളനാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം അവരുടെ അശ്ലീലവും ശ്ലീലവും എന്താണ് എന്ന അതിർവരമ്പുകളെ നിർവചിക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. കാരണം ഈ രക്ഷിതാക്കൾ പോലും അവർക്ക് ഓപ്ഷനിലല്ലോ, ഒന്നുകിൽ ജോലിക്ക് പോകണം, ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടേതൊക്കെ ഓരോ സംഗതി അവർക്ക് വേറെ ചെയ്യാനുണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് പുറത്തു പോയി കളിക്കാൻ കുട്ടികളില്ല. പിന്നെ അവർക്ക് എന്താണ് ഓപ്ഷൻ? ഈ ഇതുപോലത്തെ എന്റർടൈൻമെന്റ്സ് ആണ്. ഈ എന്റർടൈൻമെന്റ്സിൽ അവർക്ക് ലഭിക്കുന്നത് ഈ എന്റർടൈൻമെന്റ്സിൽ പിന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ വളരാൻ സാധിക്കാത്ത വിധം ഉള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. അവർക്ക് ഈ വളർച്ചയിൽ പലപ്പോഴും അവർ രക്ഷിതാക്കളെ സിനിമയോ സീരിയലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികളോ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കാണുന്ന എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ശ്ലീലം, എന്താണ് അശ്ലീലം എന്നൊന്നും നിർവചിക്കാൻ കഴിയാതെ വരുന്ന കുട്ടികൾ പിന്നീട് അവർ വളർത്തുന്ന കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അതുപോലെ തന്നെ കുടുംബങ്ങൾ, ഗൾഫിൽ വളരുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ചും ദുബായ് പോലുള്ള എന്ന് എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ എഴുതിയിട്ട് ഇത് എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ദുബായിൽ ആ പ്രശ്നമില്ല, ദുബായ് എന്നുള്ളത് തിരുത്താവുന്നതാണെന്ന് പറഞ്ഞു. വെച്ചാൽ ദുബായിൽ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നൊരു പ്രശ്നം ഇപ്പൊ മറ്റ് ഖത്തർ പോലുള്ള പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ഷെയറിംഗ് അക്കോമഡേഷൻ, ഫാമിലി അക്കോമഡേഷൻ. അതായത് ഒരു ഫ്ലാറ്റില് 3 അല്ലെങ്കിൽ 2 ബെഡ്റൂമുകൾ ഉണ്ടാവും. ഈ 2 ബെഡ്റൂമുകൾ ഒരു കോമൺ കിച്ചണും ഒരു കോമൺ ഹാളും 2 സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാവും. ഇതിൽ താമസിക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ 2 ഫാമിലികളാണ്. ഒന്ന് വർഗീസും മറ്റൊന്ന് അബ്ദുറഹ്മാനുമായിരിക്കും. ഒന്ന് ബാലനും എന്നിട്ടൊന്ന് സുബ്രഹ്മണ്യനായിരിക്കും. ഈ ബാലൻ കൊല്ലത്തുകാരനായിരിക്കാം, സുബ്രഹ്മണ്യൻ തലശ്ശേരിക്കാരനായിരിക്കാം. ഇവർ രണ്ടുപേരുടെയും സാംസ്കാരികവും ധാർമ്മികവുമായ ഒരു ചേരുവകളും ഇല്ലാത്ത ആളുകൾ ഒരേ ഒരു പോയിന്റിൽ മാത്രമാണ് ഇവർ ഏകോപിപ്പിക്കുന്നത്. എന്താണത്? ഇവർക്ക് 2 പേർക്കും കൂടി ഒന്നിച്ചാൽ ഈ ഫ്ലാറ്റിന്റെ വാടക താങ്ങാം, ഒരു കുടുംബജീവിതം ഇവർക്ക് 2 പേർക്കും ലഭിക്കും എന്നുള്ള ഒറ്റ കാരണത്തിൽ യോജിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഉണ്ടാക്കുന്ന സാമൂഹിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ, ഒരുപാട് തകർച്ചകൾ ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ കഥകളൊക്കെ പോയിട്ടുണ്ട്, ഞാനത് പോകുന്നില്ല. അതുപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമാണ് ഡിസ്ക്രീറ്റ് കമ്മ്യൂണിക്കേഷൻ, മുറിഞ്ഞ വർത്തമാനങ്ങൾ. ഡിസ്ക്രീറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പിന്നെ ഈ ഗൾഫിലുള്ള രക്ഷിതാക്കൾ പലപ്പോഴും ഫോൺ ചെയ്യുന്നത് മിക്കവാറും ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട്. നേരത്തെ അത് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഫോൺ ചെയ്യുക. ഇപ്പോൾ അത് ഈ വോയിസ് ഇന്റർനെറ്റ് ഫോണിംഗ് സംവിധാനം വന്നതോടുകൂടി എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇവരെന്ത് ചെയ്യില്ല, ദീർഘമായി സംസാരിച്ച് അവരുടെ വരുമാനത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തീർക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാനുള്ളത് വേണ്ടത്ര കേൾക്കാൻ അവർക്ക് തന്നെ മനസ്സുണ്ടെങ്കിൽ പോലും അവരുടെ സാമ്പത്തിക പരിമിതികൾ അവരെ സമ്മതിക്കാത്തതുകൊണ്ട് സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് മുറിഞ്ഞ വർത്തമാനം. അച്ഛനോട് എന്താണ് പറയാനുള്ളത് എന്ന ആ കുട്ടിയുടെ ആഗ്രഹത്തിലുള്ള വാക്കുകൾ പോലും കേൾക്കാൻ കഴിയാതെ ആ കുട്ടിയോട് കുറെ ഡെലിവറികൾ മാത്രം. മോൻ എവിടെ പോകണം, മോൻ എന്നത് ചെയ്യണം, വൈഫിനോട് ഇവിടെ പോയിരുന്നോ, ചെയ്തിട്ടില്ല എന്ന് ചോദിച്ച് ആ സംസാരങ്ങൾ പലപ്പോഴും, പ്രത്യേകിച്ചും ഭാര്യമാരുടെ സംസാരങ്ങൾ, അങ്ങനെ ഡിസ്ക്രീറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഫാമിലി പ്രോബ്ലംസിലേക്ക്, ഡൈവോഴ്സുകളിലേക്ക്, കുടുംബ ചിത്രതകളിലേക്ക് എത്രയോ എത്തിച്ച അനുഭവങ്ങൾ നമുക്കറിയാം. ഇത് ഒന്ന് ഇരുന്ന് മുറിഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ, മുഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ
അങ്ങനെ തീരാതെ പ്രതിസന്ധികളകപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രവാസം അനുഭവിക്കുന്ന ഒരു കൊണ്ടുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം 50 വയസ്സുള്ള അച്ഛൻ പിന്നെ കുവൈറ്റിലാണ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മകൻ വാഷിങ്ടണിലാണ്, മകളെ കല്യാണം കഴിഞ്ഞ് മെൽബണിലാണ്, അമ്മ കൊല്ലം ഇലക്ട്രേറ്റിലാണ് എന്നുള്ള അവസ്ഥ. 2 മക്കളുള്ള അച്ഛൻ്റെയും അച്ഛൻ കുവൈറ്റില്, അമ്മ കൊല്ലം ഇലക്ട്രേറ്റില്, മകൻ വാഷിങ്ടണില്, മകൾ മരുമകനോടൊന്നിച്ച് മെൽബണിൽ. ഇങ്ങനെ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ 3 ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, പ്രത്യേകിച്ചും തെക്കൻ കേരളങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഈ കുടുംബങ്ങൾ അവരുടെ കുടുംബ സംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫേസ്ബുക്കുകളോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ചാറ്റിങ്ങുകളോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസുകളൊക്കെയാണ്, അല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരു സഹപ്രവർത്തനുണ്ട് എനിക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടില്, അദ്ദേഹത്തിന്റെ 2 മക്കൾ, ഒരാൾ ഇംഗ്ലണ്ടില്, മറ്റൊരാൾ അമേരിക്കയില്. ഇവര് അദ്ദേഹം ഈ വർഷം ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 10 വർഷത്തെ പ്രവാസ ജീവിതത്തിന് തിരിച്ചു പോവാണ്. അദ്ദേഹത്തിന്റെ പുതിയൊരു മിഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, എനിക്ക് ഒരുപാട് റിലീജിയസ് ബുക്കുകൾ വായിക്കണം. ഒന്ന്, പഴയ ഒരു പാതിരിയാണ് അദ്ദേഹം. രണ്ടാമത്തത്, എനിക്ക് ലോകം മുഴുവനും കറങ്ങി യാത്ര ചെയ്യണം. ഇത് മാത്രമാണ് അദ്ദേഹത്തിന്, വേറൊന്നും അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം കണ്ടീഷൻ ചെയ്യപ്പെട്ടു പോയ ഒരു ഗതികേടിലാണ്. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ പ്രവാസികളായ ആളുകളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു പഠനത്തിൽ CDSന്റെ പഠനത്തിൽ മനസ്സിലായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ വൃദ്ധസദനങ്ങളിൽ ഉള്ള രക്ഷിതാക്കളെ കുറിച്ച് നടത്തിയ പഠനത്തിൽ വൃദ്ധസദനങ്ങളിൽ ഉള്ള രക്ഷിതാക്കളിൽ പ്രവാസികളുടെ രക്ഷിതാക്കൾ വളരെ വളരെ തുച്ഛമാണ് എന്നുള്ളത് അവരുടെ സാമൂഹിക ബോധത്തെ ആണ് കാണിക്കുന്നത്. നേരത്തെ അവർക്ക് പറഞ്ഞേക്കാമായിരുന്നു, പക്ഷെ അവർ പറഞ്ഞേക്കുന്നില്ല. നേരത്തെ പരിദേശം പറഞ്ഞാണ് വിഷയം. അതായത് അവരുടെ കുടുംബങ്ങളെ, സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ പ്രവാസികളായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു വളരെ പോസിറ്റീവായി നമ്മൾ എടുത്തു പറയേണ്ട, ഇനിയും അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവരനുഭവിക്കുന്ന ഏതാനും ചില സോഷ്യൽ വിഷയങ്ങളിലേക്ക് കടന്നു വരാം. അടിമത്തം എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളതിനെ കഫാലത്ത്, സ്പോൺസർഷിപ്പ് എന്നൊക്കെ നമ്മൾ അതിന് ഇംഗ്ലീഷിലും അറബിലൊക്കെ വിളിക്കും. അവിടെ പോയാൽ വിസ എടുക്കുമ്പോൾ കാർഡൊക്കെ ആയിട്ട് അതിൻ്റെ പല രൂപങ്ങളിൽ ഒന്ന്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രാഗ് രൂപത്തിലുള്ളത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു അടിമയായിട്ട് തന്നെ മനുഷ്യൻ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഠ്യത്വത്തിൻ്റെയും പിന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥം നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഗദ്ദാമ യഥാർത്ഥത്തിൽ അത് ഗദ്ദാമയും ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സൊസൈറ്റിയാണ്. അതിനൊരുപാട് പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ അടിമത്തത്തിന്റെ വിഷയങ്ങളിൽ 365 ദിവസം ജോലി ചെയ്യുന്ന ഒരാളെ കേരളത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് ഒരു വർഷത്തിൽ 365 ദിവസവും ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടോ കേരളീയനായിട്ട് കേരളത്തിൽ ജീവിക്കുന്നവൻ? ഗൾഫിലുള്ള കേരളീയരിൽ 365 ദിവസത്തിൽ 400 ദിവസവും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ജോലി ചെയ്യേണ്ട സമയത്തിനപ്പുറം ദിവസവും ജോലി ചെയ്തിട്ട് 365 ക്രോസ് ചെയ്ത് 400ലേക്ക് തികക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലീവ് എന്നുള്ളത് അവർക്ക് അറിയില്ല. പെരുന്നാളിന് പോലും, ക്രിസ്മസിന് പോലും, ഓണത്തിന് പോലും ലീവില്ലാതെ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. 15-20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി വരുന്ന ഈ കിടപ്പറകളിൽ അവരനുഭവിക്കുന്നത് ആശ്വാസമല്ല. അവിടെ AC ഉണ്ട്, പക്ഷെ അവിടെ ആശ്വാസം അവരനുഭവിക്കുന്നില്ല. കമ്പിളികൾക്കുള്ളിൽ അവർ ഉറങ്ങിക്കൊണ്ട് അവര് കരയുന്നത് അവരുടെ കുടുംബത്തെ ഓർത്താണ്, അവരെ സ്വന്തത്തെ ഓർത്താണ്. ആ വിഷയങ്ങളാണ് തോന്നുന്നുണ്ട്. എന്താണ് നമ്മളെ സലാം കൊടിയത്തൂരിന്റെ പരേതിന്റെ തിരിച്ചുവരവ് എന്നുള്ള സിനിമയില് യൂസുഫ് കത്തും എടുത്തിട്ട് കക്കൂസിൽ പോയിട്ട് വായിച്ചിട്ട് പൊട്ടി കരയുന്നുണ്ട്. കാരണം ഈ കത്ത് വായിക്കുന്നത് സഹമുറിയന്മാർ, നമ്മളാരും പറയല്, സഹമുറിയന്മാരായ ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് മാനം പോകും. അതുകൊണ്ട് അദ്ദേഹം ആരും കാണാത്ത ഒരു സ്ഥലം അവർക്കുള്ളതാകെ ടോയ്ലറ്റാണ്. അവിടെ പോയിട്ട് വായിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആസ്വാദനമില്ലാത്ത ഒരു ലോകത്താണ് യഥാർത്ഥത്തിൽ ഈ ഗൾഫ് മലയാളികളിൽ പ്രവാസികൾ ഒരുപാട്, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ്
ലേബർ ക്യാമ്പുകളൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരു അസുഖത്തിലുമില്ല. അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു സായാഹ്നം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിലുള്ള പിക്കപ്പ് വാനിൽ ഇരുന്നു കൊണ്ട് ദുബായ് ടൗണും മറ്റ് ടൗണുകളും കാണാൻ വേണ്ടിയിട്ട് ആ പിക്കപ്പിന്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ടുള്ള ആ യാത്രയാണ്. കുറേ സമയം അവിടെ അങ്ങാടികളിലെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ആളുകളെ കണ്ടു വീണ്ടും അതേ പിക്കപ്പിൽ തിരിച്ച് പോകുന്ന അവസ്ഥയാണ്. ആസ്വാദനമില്ലാത്ത ഒരു ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. നമ്മളിവരൊക്കെ കുറിച്ച് പ്രവാസികളെന്നും അവർക്ക് വലിയ ഒരു സ്റ്റാറ്റസ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്യൂ നേരെ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു അബ്ദുറഹ്മാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, തമാശയായിട്ട് പറയായിരുന്നു, ഈ ഗൾഫ് മലയാളികളിൽ അധികം ആളുകളും അസഹ്യരായി വെയിറ്റ് ചെയ്യുന്നത് ടോയ്ലറ്റിന് മുമ്പിലാണ്. കാരണം ഒരു 10 പേര് താമസിക്കുന്ന ഒരു റൂമിൽ ഒരു 1-2 ടോയ്ലറ്റ് ഉണ്ടാവും. അബ്ദുറഹ്മാനൊക്കെ പറയായിരുന്നു, ഞാൻ 5 ടോയ്ലറ്റുള്ള ഒരു വീടുണ്ടാക്കിയിട്ട് ഇപ്പം ഞാനിവിടെ 5ാമനായിട്ടാണ് ഈ ടോയ്ലറ്റിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരാളുടെ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുവെച്ചാൽ ക്യൂവിൽ ആരംഭിച്ച് ക്യൂവിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഇവരുടെ ബാച്ചിലേഴ്സിന്റെ പ്രത്യേകിച്ചുള്ള ജീവിതം. ആ ദാമ്പത്യ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് തോന്നുന്നത് പ്രവാസത്തിൽ മുകുന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്. മുകുന്ദന്റെ പിന്നെ ഒരു ക്യാരക്ടർ നാഥൻ സലാലുള്ള തന്റെ സുഹൃത്തുക്കളായ ആളുകളോട് ബാച്ചിലർ ഫ്ലാറ്റ് എന്ന് പറയുന്നുണ്ട്, നമുക്ക് വിവാഹമാണ് വിധിച്ചിട്ടുള്ളത്, നമുക്ക് വിവാഹ ജീവിതം വിധിച്ചിട്ടില്ല, കല്യാണമേ വിധിച്ചിട്ടുള്ളൂ, പെണ്ണിനെ വിധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നവരെ കുറിച്ചിട്ടാണ്. ഈ പ്രശ്നത്തിന്റെ ഒരു ഉത്ഭവോൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ മനുഷ്യക്കടത്തും. അവിടെ ഉള്ള ഒരു ജുമാ ഫാമിലീസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് ഗൾഫിൽ. വെള്ളിയാഴ്ച കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ പ്രവാസി ബാച്ചിലർ ഞാൻ ജീവിക്കുന്നു, അതുപോലത്തെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. ഈ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുന്നു. പലപ്പോഴും വെള്ളിയാഴ്ച അവരുടെ ഒരു ദിവസം വെള്ളിയാഴ്ച അവർ ഒരുമിച്ച് കൂടുന്നു, ഒരു ദാമ്പത്യ ജീവിതം അനുഭവിച്ച് അവർ പിരിഞ്ഞു പോകുന്നു. അവർ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച കണ്ടുകൂടുന്നു, അവർ ഇതുപോലെ സുഖം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനത്തെ ഒരുപാട് അധാർമികതകളുടെ കേദാരങ്ങളായി, അതാണ് മുസായി പറഞ്ഞത് നാറുന്ന ലോകം എന്ന് പറഞ്ഞത്, നാറുന്ന ലോകങ്ങളായി പ്രവാസം മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിയുടെ അർത്ഥം എനിക്ക് ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് സൊല്യൂഷൻസ്. ആ സൊല്യൂഷൻസിലേക്ക് സാമൂഹിക സംഘടനയ്ക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറുതിയില്ലാത്ത പ്രവാസം, എൻഡ്ലെസ് എക്സ്പാട്രിയേഷൻ. എന്നാണ് തിരിച്ചു പോകാൻ സാധിക്കുക എന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്ത, ഓട് മേയാനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. ഓടല്ല ഒന്ന് മേഞ്ഞിട്ടും തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധം അദ്ദേഹം നിരാവീരീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇന്ന് നിലയ്ക്കുന്നത്. അവിടെ ഒന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല, ആകാശവും ഭൂമിയും പോലും കാണാൻ സാധിക്കാത്ത വിധം. ഇവരെ ഇങ്ങനെ നിരാകരിച്ചത് ആരാണെന്ന ചോദ്യത്തിൽ ആദ്യ പ്രതി അവരുടെ കുടുംബം തന്നെയാണ്, രണ്ടാമത്തെ പ്രതി സംഘടനകളാണെന്ന് ഞാൻ പറയും. സംഘടനകൾ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയവും സാമൂഹികമായ സംഘടനകൾക്ക് ഇങ്ങനെ നിരാകരിക്കുന്ന ഇവരുടെ ഈ പ്രവാസത്തിന്റെ എൻഡ്ലെസ്നെസ്സിലും റോളുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. സമൂഹം, സർക്കാരിന് ഒരുപാട് വലിയ റോളുകൾ, നേരത്തെ അത് റഷീദിന്റെ ഇതിൽ പറയുകയുണ്ടായി. അതിൽ തന്നെ ഈ പ്രവാസികളെ ഈ ഡിസ്ക്രിമിനേഷൻ, യൂറോപ്യൻ പ്രവാസികളെയും ഗൾഫ് പ്രവാസികളെയും കുറിച്ച് അത് മുസാഫിറിന്റെ ലേഖനത്തിൽ ഒരു കോട്ടിങ് ഗവൺമെന്റിന്റെ ഒരു സ്കീം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ പിന്നെ പ്രവാസികൾക്ക് വലിയ ദുർവ്യാപകമായി ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വലിയ ഒരു ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പറയുന്നത്, അതിനടിയിൽ എഴുതിയിരിക്കുന്നത്, ഈ സ്കീം ആദ്യമായി ഒരു ടെസ്റ്റ് നടത്തി ആദ്യമായി അത് പിന്നെ നടപ്പിലാക്കാൻ പോകുന്ന അമേരിക്കൻ യൂറോപ്യൻ പ്രവാസികൾക്കാണ്. മറ്റൊരു വലിയ പ്രശ്നമാണ്, നമ്മൾക്ക് ഒരുപക്ഷെ അധികം ആളുകൾക്കും അറിയാത്തൊരു പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ രോഗിയാകുന്നു, പ്രവാസ ലോകത്ത് ഒരാൾ രോഗിയാകുന്നു, ആ രോഗി ചികിത്സിക്കാൻ അദ്ദേഹത്തിന്റെ പരിമിതമായ വരുമാനം ചികിത്സിക്കാൻ താല്പര്യമില്ലാത്തത് സാധിക്കാത്തതുകൊണ്ട് ഈ ചികിത്സ അദ്ദേഹം നീട്ടിവെക്കുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ കാണാൻ സാധിക്കും. ചികിത്സ നീട്ടിവെക്കും, അതായത് കാലിന് വേദനയുണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു? നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീട്ടിവെക്കുന്ന ഈ ആളുകൾക്ക് അവർക്ക് ഒന്നും ബാക്കിയാവാതെ രോഗങ്ങൾ കൊണ്ട് മാത്രം, ചികിത്സ പോലും ഫലിക്കാത്ത സമയത്ത് മാത്രമാണ് അവർ തിരിച്ച് വരുന്നത്.
അതുപോലെ തന്നെ കടക്കണികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനകൾ പിന്നെ ശ്രദ്ധ തിരിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രവാസ ലോകത്ത് വട്ടിപ്പലിശ നൽകിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും അല്ലേ? അത് മാത്രം ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് തൊഴിലായിട്ട് എടുത്തത്. ഇവരിൽ തന്നെ ഈ അടുത്ത് ഒരു മുനിസിപ്പാലിറ്റി ക്യാമ്പിലുള്ള തൊഴിലാളികൾക്കിടയിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് തൊഴിലാളി 100 റിയാല് 120 റിയാല് ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെ അവരൊന്നിച്ച് കുറി നടത്തുകയാണ്. കുറി എന്ന് പറഞ്ഞാൽ വട്ടിപ്പലിശക്കുറി. അവരുടെ ഒരു 500 റിയാലാക്കിയിട്ട് വേറെ ഇത് പലിശ കൊടുക്കുക ചെയ്യുന്നത്, വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഉള്ളവനും ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ഭീകരമായ ചൂഷണങ്ങൾ, ഈ വട്ടിപ്പലിശയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഗവൺമെന്റുകളായ ചൂഷണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എൻ്റെ വിഷയം സാമൂഹിക കുടുംബ പ്രശ്നങ്ങളായതുകൊണ്ട്. 5 മിനിറ്റ് കൊടുക്കുക. ഓക്കെ, അവസാനമായി ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 പോയിന്റ് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഒന്ന്, ഈ റീപാട്രിയേഷൻ എന്നതാണ്. നേരത്തെ നമ്മളവിടെ കാണിച്ച ആകാശവാണി അല്ലെങ്കിൽ എയർ ഇന്ത്യ തിരിച്ച് ക്യാമറയിൽ വരികയാണ്. വിപ്രവാസം എന്ന് പറയുന്ന പ്രതിഭാസം. നല്ല ചെറുപ്പകാലത്ത് പോയ അവർക്ക് ഏത് സാഹചര്യങ്ങളോടും ഇണങ്ങിച്ചേരാൻ സാധിച്ചിരുന്ന സമയത്ത് പോയ ആളുകൾ തിരിച്ച് ഒരു സാഹചര്യങ്ങളോടും ഇണങ്ങിച്ചേരാൻ കഴിയാത്ത ഒരു ശാരീരികവും മാനസികമായ സന്ദർഭത്തിൽ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരുടെ അടുത്ത് ഒന്നുമില്ല, ഇവരെ നോക്കാൻ ആരുമില്ല, കുടുംബത്തിലുമില്ല, സമൂഹത്തിലുള്ള, നാട്ടിലുമില്ല. ഇവരെ സെറ്റിൽ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കാണ്, ഇവിടുത്തെ സാമൂഹിക സംഘടനകൾക്കാണ്. ഈ ഉത്തരവാദിത്തത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ സോളിഡാരിറ്റി പോലത്തെ സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഒന്നിച്ചിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പ്രവാസ വോട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ വോട്ട് യഥാർത്ഥത്തിൽ ഒരു അപ്പകഷ്ണമായിട്ട് നൽകിയ വോട്ട് നമുക്ക് വലിയ ഒരു ആനക്കാര്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയോ, ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന റെയർ ആൻഡ് റെയർമോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേഷൻ അടിസ്ഥാനത്തിൽ പിന്നെ റെപ്രസെന്റേഷൻ നിർബന്ധമുള്ള രാജ്യത്ത് 25 lakhs എന്ന് പറയുന്ന ആളുകൾക്ക്, കേരളത്തിലെ 25 lakhs, അതിനെ 32 × മൾട്ടിപ്പിൾ 32 ആക്കിയ ഇന്ത്യയുടെ ഒരു രാജ്യത്ത് നമുക്ക് വോട്ടവകാശം നൽകുന്ന ഒരു വലിയ സംഗതിയും പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മൾക്ക് നമ്മളുടെ പ്രവാസികളുടെ പ്രതിനിധികളായിട്ട് 540 മെമ്പർമാരിൽ അതിന് കറസ്പോണ്ടിങ് മെമ്പർമാർ, MP-മാർ, MLA-മാരും സംസ്ഥാനങ്ങളിലും ലോക്സഭയിലും മെമ്പർമാർ വേണം. അതുപോലെ തന്നെ മറ്റ് ലെജിസ്ലേറ്റീവ് ബോഡീസിലും വേണം. അവര് ഇങ്ങോട്ട് വരട്ടെ, അവർക്ക് ആനുകൂല്യങ്ങളുണ്ടല്ലോ, അവർ കിട്ടുന്നതിനേക്കാൾ നമ്മൾ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ. അവർ ഇവിടെ വരട്ടെ, 5 കൊല്ലം ഇവിടെ ജീവിക്കട്ടെ, അവർ പറ്റില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ, ഒരു ലെജിസ്ലേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എംബസികളിൽ ഇല്ലാത്ത ഒരു സംവിധാനമാണ്. അവിടെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, പക്ഷേ കൗൺസിലിംഗ് സെന്റേഴ്സ് ലീഗൽ കൗൺസിലിംഗ് സെന്റേഴ്സ് മാത്രമാണുള്ളത്. സോഷ്യൽ ആൻഡ് ഫാമിലി കൗൺസിലിംഗ് സെന്റേഴ്സ് എല്ലാ എംബസികളും കോൺസുലേറ്റ്സിലും ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ പ്രവാസ ലോകത്തുള്ള സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായി എല്ലാ അർത്ഥത്തിലും സാമൂഹിക ഫാബ്രിക്, സോഷ്യൽ ഫാബ്രിക്കിനെ പിന്നെ സ്ട്രെങ്തൻ ചെയ്യുക, ശക്തീകരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. ഇനിയും ചർച്ചകളിൽ നമുക്ക് ഇടപെടാം. ഇത്തരത്തിലുള്ള ഒരുപാട് ആഴമേറിയതും മുറിവേറിയതുമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രവാസി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിലേക്ക് ഈ സദസ്സിന്റെയും സംഘടനകളെയും ശ്രദ്ധകളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ എടുത്ത സമയത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.